ഒളിക്യാമറ വിവാദത്തിൽ എം.കെ. രാഘവനെതിരെ കേസെടുത്തു. കോഴിക്കോട് സിറ്റി പോലീസാണ് കേസ് എടുത്തിരിക്കുന്നത്. പ്രാഥമിക റിപ്പോർട്ടിനെ തുടർന്നുള്ള നിയമോപദേശത്തെ തുടർന്നാണ് കേസെടുത്തിരിക്കുന്നത്. 24 എക്സ്ക്ലൂസീവ്. ദീപക് ധർമ്മടം ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ദീപക്, കഴിഞ്ഞ ദിവസമാണ് ഒളിക്യാമറ വിവാദത്തിൽ എം.കെ. രാഘവൻ എതിരായിട്ടുള്ള റിപ്പോർട്ട് പോലീസ് സമർപ്പിച്ചത്. ഇതിൽ 2 പരാതികളാണ് ഉള്ളത്. ഒന്ന്, എം.കെ. രാഘവൻ കൊടുത്ത പരാതി, അതായത് ഈ ക്ലിപ്പിങ്ങുകളെല്ലാം വ്യാജമാണ്, തന്നെ കൊടുക്കുകയായിരുന്നു, ഇതിൻ്റെ നിജസ്ഥിതി കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള പരാതി. 2, ഒളിക്യാമറ വിവാദത്തിൽ ഈ വന്ന ദൃശ്യങ്ങളുടെ സത്യസന്ധത അല്ലെങ്കിൽ അത് എത്രത്തോളം വസ്തുതാപരമാണെന്ന് അന്വേഷിക്കുന്ന കാര്യം. എന്താണ് കോഴിക്കോട് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസ്? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഗോപി, കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ നോർത്ത് അസിസ്റ്റന്റ് കമ്മീഷണർ അന്വേഷിക്കുന്ന കേസാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കേസിൻ്റെ വിശദാംശങ്ങൾ ഇപ്രകാരമാണ്. നേരത്തെ ഗോപി പറഞ്ഞതുപോലെ സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ഒരു പ്രാഥമിക അന്വേഷണം നടന്നിരുന്നു. ആ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ റിപ്പോർട്ട് DGPക്ക് സമർപ്പിക്കുന്നു. DGP ലോക്നാഥ് ബെഹ്റ അത് പ്രോസിക്യൂഷൻ മേധാവിക്ക് അയക്കുന്നു. പ്രോസിക്യൂഷൻ മേധാവി അതിൽ നിയമോപദേശം നൽകി കേസെടുക്കാൻ വേണ്ടി നിർദ്ദേശിച്ചുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 117E, അതായത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനവുമായി ബന്ധപ്പെട്ട ഒരു സെക്ഷനാണത്. അതുപോലെ തന്നെ അഴിമതി നിരോധന നിയമത്തിലെ 133(1)A, ഈ 2 വകുപ്പുകളാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. കൂടുതൽ വകുപ്പുകൾ പിന്നീട് ചുമത്തിയേക്കും എന്നാണ് പോലീസ് തലപ്പത്തു നിന്നും അറിയുന്നത്. ക്രൈം നമ്പർ 413/2019 പ്രകാരം നടക്കാവ് പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തെരഞ്ഞെടുപ്പ് നടക്കാൻ പോളിംഗ് ബൂത്തിലേക്ക് വോട്ടർമാർ നീങ്ങാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് ഈ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്നാൽ നടപടിക്രമങ്ങളെല്ലാം പാലിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു കേസ് എടുത്തിരിക്കുന്നത് എന്നുള്ളതും ഏറെ ശ്രദ്ധേയവും നിർണായകവുമാണ്. ഒരുപക്ഷെ ആദ്യം പ്രാഥമിക അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് DGPക്ക് കിട്ടുന്നു. DGP അത് നിയമോപദേശത്തിന് നൽകുന്നു. നിയമോപദേശം ലഭിച്ച ശേഷം വീണ്ടും ഒരു ദിവസം വൈകിച്ച്, ഒരുപക്ഷെ ഇന്നലെ കൊട്ടിക്കലാശത്തിൻ്റെ വലിയ ആരവങ്ങൾ കഴിഞ്ഞ് ഇന്ന് സമാധാനമായ നിശബ്ദ പ്രചരണം നടക്കുമ്പോൾ ഒരു കേസെടുക്കുന്നു. ആ രീതിയിൽ വേണം നമുക്കിതിനെ കാണാൻ. ഏതായാലും രാഘവനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. കൂടുതൽ പ്രതികൾ ഇതിൽ ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ ഈ വിഷയത്തിൽ ഈ പുറത്തു വന്ന ദൃശ്യങ്ങളെല്ലാം കിട്ടിച്ചമച്ചതാണ്, അത് കൃത്രിമമായി ഉണ്ടാക്കിയെടുത്തതാണ് എന്ന ആക്ഷേപമാണ് എം.കെ. രാഘവൻ ഉന്നയിച്ചിരിക്കുന്നത്. ഈ കാര്യത്തിൽ പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. കാരണം ഈ ദൃശ്യങ്ങൾ യഥാർത്ഥത്തിൽ ഉള്ളതാണോ അതോ കൃത്രിമമായി ഉണ്ടാക്കിയെടുത്തതാണോ എന്ന കാര്യത്തിൽ ഒരു വിശദമായ അന്വേഷണം വേണമെന്നാണല്ലോ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു ഫോറൻസിക് അന്വേഷണം ഈ കാര്യത്തിൽ വേണം, ഇതിന്റെ വസ്തുതകൾ പുറത്തു കൊണ്ടുവരാൻ എന്നാണ്. അങ്ങനെ ഒരു സംശയത്തിന്റെ ആനുകൂല്യം നിലനിൽക്കുന്ന ഈ ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോയത്? ഇതിലാണ് നിർണായകമായ ഒരു ഇടപെടൽ എന്ന് വേണം പറയാൻ. ഗോപിക്ക് അറിയാവുന്നതാണ്, നമ്മുടെ 24 അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ, നമ്മുടെ 360 അഭിമുഖത്തിൽ ഗോപിയോട് തന്നെ എം.കെ. രാഘവൻ തുറന്നു പറഞ്ഞ കാര്യമാണ് ഇതൊരു CPM ഗൂഢാലോചനയാണ് എന്നുള്ളത്. നമ്മുടെ അഭിമുഖത്തിൽ അദ്ദേഹം അത് ഉറപ്പിച്ചു പറഞ്ഞു. CPM ഗൂഢാലോചന ഇതിന് പുറകിലുണ്ട്. മറ്റൊരു കാര്യം, ഇതിലെ ദൃശ്യങ്ങൾ, ശബ്ദം എല്ലാം തന്നെ കൃത്രിമമായി ചിത്രീകരിച്ചതും ഡബ് ചെയ്തുണ്ടാക്കിയതുമാണ് എന്നുള്ളത്. ഇതിൻ്റെ വിശ്വാസ്യത തന്നെയായിരുന്നു അദ്ദേഹം ചോദ്യം ചെയ്തത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ശാസ്ത്രീയ പരിശോധനയിലേക്ക്, അതിൻ്റെ പ്രാഥമിക പരിശോധന, അതായത് ഈ ഒറിജിനൽ ഫുട്ടേജുകൾ, അതായത് ഒളിക്യാമറയിൽ സ്ട്രിംഗ് ഓപ്പറേഷനിൽ പകർത്തിയ ദൃശ്യങ്ങളുടെ ഒറിജിനൽ ഫുട്ടേജുകൾ പ്രൈമറി എൻക്വയറിയിൽ, PE ആണ് നടന്നത്. പ്രിലിമിനറി എൻക്വയറിയിൽ പോലീസ് പരിശോധിക്കുന്നു. ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ അതിൽ പറഞ്ഞ, അതായത് ദൃശ്യങ്ങൾ യഥാർത്ഥത്തിൽ 9 TV സംപ്രേഷണം ചെയ്ത ദൃശ്യങ്ങളല്ല, അല്ലാതെയുള്ള 5 ക്ലിപ്പിങ്ങുകൾ ഉണ്ടായിരുന്നു എന്നാണ് അറിയുന്നത്. ആ 5 ക്ലിപ്പിങ്ങുകളുടെയും വെർബാറ്റിയൻ പദാനുപത പരിഭാഷ ഉൾപ്പെടെ ചേർത്തുകൊണ്ടാണ് ഇത്തരം ഒരു പ്രാഥമിക റിപ്പോർട്ട് നൽകിയത്. ആ പ്രാഥമിക റിപ്പോർട്ടിൽ എം.കെ. രാഘവൻ MP-യുടെ, ഒരുപക്ഷെ കോഴിക്കോട് ജനകീയ സ്വഭാവത്തിൽ ഏറെക്കുറെ വിജയമുറപ്പിച്ച് പോരാട്ടത്തിനിറങ്ങിയ എം.കെ. രാഘവൻ MP-യുടെ എല്ലാ വാദങ്ങളെയും തള്ളിക്കൊണ്ടാണ് റിപ്പോർട്ട് നൽകിയത്. ആ റിപ്പോർട്ട് നൽകിയത് തന്നെ യഥാർത്ഥത്തിൽ രാഘവൻ ഒരു വലിയ തിരിച്ചടിയായി മാറി. എന്നാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ DGP നിയമോപദേശത്തിന് നൽകിയപ്പോൾ നിയമോപദേശത്തിൽ ഇതിലൊരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ നടക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിലൊരു ഫോറൻസിക് പരിശോധന നടക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും
രാഘവൻ്റെ ശബ്ദ സാമ്പിളുകൾ എടുക്കൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കണം. അങ്ങനെ ഒരു നടപടികളിലേക്ക് കടക്കണമെങ്കിൽ ആദ്യം ഇതിൻ്റെ പ്രാഥമിക വിശ്വാസ്യത പരിശോധിച്ച് ഒരു ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യണം, ഒരു FIR രജിസ്റ്റർ ചെയ്യണം. അത്തരമൊരു നടപടിയിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് 2 വകുപ്പുകൾ ഇതിൽ നിർണായകമാണ്. ഒന്ന് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട്, അതായത് അഴിമതി നിരോധന നിയമത്തിലെ 133(1)A ആണ് വകുപ്പ് ചേർത്തിരിക്കുന്നത്. മറ്റൊന്ന് ഇന്ത്യൻ പീനൽ ഒരു കോഡിലെ ഭാഗത്ത് MK രാഘവന്റെ ക്ലെയിം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദൃശ്യങ്ങളുടെ വിശ്വാസ്യത സംശയാതീതമായി തെളിയിക്കപ്പെടാൻ കഴിയാതിരിക്കുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ അതിന് ഇനിയും സമയം വേണമെന്നിരിക്കെ ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്, പ്രത്യേകിച്ച് MK രാഘവൻ സിറ്റിംഗ് MP ആണ്. അദ്ദേഹം കോഴിക്കോട് മണ്ഡലത്തിൽ UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. നാളെ അദ്ദേഹത്തിന്റെ ജനവിധി രേഖപ്പെടുത്തപ്പെടാൻ പോവുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് അൺഫെയർ ആയി പോയി, ഇത് അനുചിതമായി പോയി എന്ന് ഒരു നിലപാട് MK രാഘവന് സ്വീകരിക്കാൻ കഴിയുമോ? ഞാൻ ചോദിക്കുന്ന, അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷനോ മറ്റോ അദ്ദേഹത്തിന് സമീപിക്കാൻ കഴിയുമോ? അത്തരത്തിലൊരു ആലോചന MK രാഘവനുണ്ടോ? സ്വാഭാവികമായും രാഘവൻ അത്തരത്തിലൊരു ഡിഫൻസിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. മാത്രവുമല്ല, രാഘവൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം തേടാൻ നമ്മളിപ്പോഴും നമ്മുടെ പ്രതിനിധി ഷഹദ് റഹ്മാൻ രാഘവൻ്റെ പ്രതികരണത്തിന് വേണ്ടി രാഘവൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ശ്രീകാന്തും അതുപോലെ PA ശ്രീജിത്തുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. രാഘവൻ്റെ ഔദ്യോഗികമായ ഒരു വിശദീകരണം ലഭിച്ചിട്ടില്ല. പക്ഷേ രാഘവൻ നേരത്തെ തന്നെ എടുത്ത നിലപാട് ജനകീയ കോടതിയിൽ ഇതിനെ നേരിടും, നീതിന്യായ കോടതിയിൽ നേരിടുമെന്നുള്ളതാണ്. നീതിന്യായ കോടതിയിൽ നേരിടുന്നതിൻ്റെ മുന്നോടിയായുള്ള നടപടിക്രമങ്ങളിലാണ് ഇപ്പോൾ രാഘവന് തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും ഒരുപക്ഷെ ഇതെല്ലാം തന്നെ രാഘവൻ അനുകൂലമാക്കി മാറ്റാൻ ഒരുപക്ഷെ രാഘവന്റെ പ്രചരണം കൊണ്ടും രാഘവന്റെ ഇടപെടൽ കൊണ്ടും സാധിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇതിൽ ദീപക് ധർമ്മടമാണ് കോഴിക്കോട്ട് നിന്ന്. ഇക്കാര്യത്തിൽ എന്ത് നടപടിയാണ് ഇനി MK രാഘവൻ സ്വീകരിക്കാൻ പോകുന്നത്? എന്താണ് അദ്ദേഹത്തിന്റെ പ്രതികരണം എന്ന് അറിയേണ്ടതുണ്ട്. ഒളിക്യാമറ വിവാദത്തിൽ MK രാഘവനെതിരെ കേസ് എടുത്തിരിക്കുന്നു. കോഴിക്കോട് സിറ്റി പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പ്രാഥമിക റിപ്പോർട്ടിനെ തുടർന്നുള്ള നിയമോപദേശത്തെ തുടർന്നാണ് സിറ്റി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ദീപക് ധർമ്മടം ഞങ്ങളുടെ പ്രതിനിധിയാണ് വിശദാംശങ്ങൾ നൽകിയത്.